പഠനം എന്നുള്ളത് അത്രയധികം ആസ്വദിച്ചിരുന്നെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദികൾ ആരാണ്? എൻ്റെ അധ്യാപകർ ആയിരുന്നു, എൻ്റെ ടീച്ചേഴ്സായിരുന്നു. എത്ര പഠിച്ചിട്ടും മതിയാകാത്ത പഠനകാലഘട്ടത്തെ ഓർത്തെടുത്തുകൊണ്ടായിരുന്നു ദിവ്യ എസ് അയ്യർ കുട്ടിക്കൂട്ടത്തോട് സംസാരിച്ചു തുടങ്ങിയത്. പഠനം ഒരു ഭാരമല്ല, പരീക്ഷ ഒരു ഭയമല്ല. പഠനം ആസ്വദിക്കാനുള്ള പൊടിക്കൈ പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെയും കേട്ടിരുന്നു. ആ ബ്ലാക്ക് ബോർഡിൽ ഞാൻ തിരികെ വന്നിട്ട് ക്ലാസ്സിൽ ടീച്ചർ എങ്ങനെയാണോ ക്ലാസ് എടുത്തത് അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡും ചോക്കും വെച്ച് എൻ്റെ മുന്നിലുള്ള സാങ്കല്പികമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പഠനത്തിന് പ്രായമില്ലെന്നത് പോലെ തന്നെ കസാര വിട്ട് മുതിർന്നവരും കുട്ടികൾക്കിടയിൽ കുട്ടിയായി മാറി. പ്രായം ബുദ്ധിമുട്ടില്ലാത്ത ഞാനും ഇവരുടെ കൂടെ ചേർന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു നല്ല അനുഭവം. കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുമ്പോൾ സമൂഹം അല്പം കൂടി വിശാലമാണെന്ന തോന്നലുണ്ടാകും. അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പരിവർത്തനം സംഭവിച്ച ചിന്തകളുടെ ഉറവ പൊട്ടും. പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കാറുണ്ട്, അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്, സർവൈവ് ചെയ്യാനായിട്ട് പഠിക്കാനുണ്ട്, ജോലി ചെയ്യാനായിട്ട് പഠിക്കാറുണ്ട്, ജോലി കിട്ടാനായിട്ട് പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. അക്കിത്തത്തിന്റെ ഉത്സവപ്പിറ്റേന്നിലെ വരികൾ പാടിക്കൊടുത്തപ്പോൾ കുട്ടികളും ഏറ്റുചൊല്ലി. വെഞ്ചാമരങ്ങൾ ഞാൻ വീശിക്കൊടുത്തത് കണ്ടവരുണ്ടോ, കണ്ടവരുണ്ടോ? ഈ വീശിക്കൊടുത്തതും കണ്ടവരില്ല, കണ്ടവരില്ല. ഒടുവിൽ വാർത്തയിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കണ്ടും കേട്ടുമൊക്കെ ദിവ്യ എസ് അയ്യരെ അറിഞ്ഞ ഒരു കൊച്ചുമിടുക്കിയുടെ സമ്മാനവും. Thank you for your inspirational words. Your words are the biggest gem of advice I've ever got. Your helping mind is truly inspirational. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.